ഹലോ ഗൈസ്, ഇന്നൊരു ഭയങ്കര സംഭവം ഉണ്ടായി. നമ്മൾ ഒന്ന് വിചാരിക്കും, പക്ഷെ മറ്റൊന്ന് നടക്കും. ഇപ്പം ഇന്ന് സിനിമ ആട് 3 കാണണമെന്ന് ഭയങ്കരമായിട്ട് മോഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആട് 3 കാണാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ എന്താ വെച്ചാൽ കയ്യിൽ പൈസ ഉണ്ട്, ഗൂഗിൾ പേയിൽ പൈസ ഇല്ല. കുറേ ആളുകളോട് ചോദിച്ചു ഗൂഗിൾ പേ പൈസ ഉണ്ടോ, അത് ടിക്കറ്റ് ബുക്ക് ചെയ്ത് തരുമോ, അങ്ങോട്ട് ഇങ്ങോട്ട് രാവിലെ മുതലേ പരക്കം പോയത്. ഞാനും ഉണ്ട്, മോനും ഉണ്ട്. നടക്കണ്ടേ, ഒരു നടപടി എന്ന് പറയുന്ന സാധനം ആവണില്ല. അവസാനം ഇപ്പൊ എന്തായെന്ന് വെച്ചാല്, ഇപ്പൊ ഒരു കടയില് പോയിട്ട് ഉറങ്ങണ ആളെ വിളിച്ചുണർത്തി അവസാനം മൂപ്പരെയും കൊണ്ട് പൈസ ഇടിപ്പിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്തു. പക്ഷെ സമയം ഇത്ര ലേറ്റ് ആയല്ലോ. ഈ ടൈം എന്ന് പറയുമ്പോൾ 3:40 ഏകദേശം ആയപ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിച്ച സീറ്റൊക്കെ പോയിട്ട് ഫ്രണ്ടിലാണ് സീറ്റ് കിട്ടുക. കാരണം അത്രയും ഫുള്ളായിട്ടാണ് പടം നടക്കുന്നത്. ഇനി പടം കണ്ടു കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ പറഞ്ഞുതരാം. പക്ഷെ എന്തായാലും പൈസ മുതലാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഫെയർലാൻഡിൽ നമ്മൾ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ട് പോവാണ് അല്ലേ. വന്നിട്ട് എക്സ്പീരിയൻസ് നോക്കാം. 6 മണിക്കുള്ള ടിക്കറ്റാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ 4 മണി ആയിട്ടുള്ളൂ. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് കുറച്ചു നേരം ഇരിക്കാന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല അപ്പോൾ ഇനിയിപ്പോൾ ആ സമയമാകുമ്പോൾ ചിലപ്പോൾ പോകുമ്പോഴേ തിരക്കായിരിക്കും. അപ്പം അതുകൊണ്ട് നേരത്തെ കാലത്ത് പോകാന്ന് വെച്ചു. ഓക്കെ, അപ്പം സിനിമ കണ്ടതിന് ശേഷം കാണാം. അപ്പൊ ഗൈസ്, അങ്ങനെ ഞങ്ങള് പടം കണ്ടിറങ്ങി. റിവ്യൂ പറയാനൊന്നുമില്ല, ഒരു രക്ഷയില്ല. ഫസ്റ്റ് ഹാഫ് നിങ്ങൾ പ്രത്യേകിച്ച് പ്രതീക്ഷിക്കണ്ട, പക്ഷെ സെക്കൻഡ് ഹാഫ് പൊളിയാണ്. പിന്നെ എന്താ വെച്ചാല് നമ്മൾ പറയണ ഉദ്ദേശിച്ചത് എന്താ പറയാ, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോയിലാവും. അപ്പൊ എന്താ വെച്ചാല് നമ്മൾ ഒരിക്കലും എന്റെ ഒരു തീം പറയുന്നില്ല. എന്താ പറയാ, ഒരു വെറൈറ്റി കണ്ടന്റ് ആണ്. നമ്മൾ ഒരിക്കലും വലിയ ഹൈപ്പ് വേറെ എന്തെങ്കിലുമൊക്കെ വിചാരിച്ച് വരുന്ന, അല്ലെങ്കിൽ മറ്റേ KGF അങ്ങനത്തെ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്കായാലും പുതിയ തീം കാര്യങ്ങളൊക്കെയാണ്. എന്താ പറയാ, ഒരു എൻറ്റയർലി ഡിഫറെന്റ് പടം തന്നെ പറയാം. ആട് 3 ഒരു അതിന്റെ കൺക്ലൂഷൻ കൊണ്ടെത്തിക്കണ നമുക്ക് ഒരു കൺഫ്യൂഷനിലാണ് എത്തിക്കുന്നത്. ആ കൺഫ്യൂഷനിൽ എത്തിച്ചിട്ട് പാർട്ട് 2 ഇനി ഒരു 0.2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ടാവും എന്നുള്ളതാണ്. നമ്മൾ അതിനു വേണ്ടി ഇനി വെയിറ്റ് ചെയ്യും. ഈ ഒരു പടം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ പിന്നെയും ഈ പടം അതിന്റെ ബാക്കി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അത്രയ്ക്കും ഒരു വെറൈറ്റി ആയി എടുത്തിരിക്കുന്ന ഒരു വേറെ തന്നെ ഫീലാണ്. നല്ല എന്താ പറയാ, 2 ടൈം ഉണ്ട്. പക്ഷെ ആ ടൈം ഒരു ലൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കത് എന്താ പറയാ, നമ്മൾ ഒരിക്കലും വലിയ KGF അല്ലെങ്കിൽ മറിച്ച് അങ്ങനെ ഇത് പ്രതീക്ഷിച്ച് പോയിട്ടില്ലെങ്കിൽ നമ്മൾ സാധാ ഒരു കോമഡി പടം കാണാൻ പോകുന്ന രീതി കണ്ട ചിരിക്കാനും ഉണ്ട്, ചിന്തിക്കാനും ഉണ്ട്. പടം അടിപൊളി, വേറെ ലെവലാണ്. എല്ലാവരും